വായു മലിനീകരണത്തിൽ നിന്ന് മുക്തി നേടി ദില്ലി. ലോകത്തിലെ ഏറ്റവും മലിനമായ വായുവുള്ള ആദ്യ 10 നഗരങ്ങളിൽ നിന്ന് ദില്ലി പുറത്ത്. പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ 12ാം സ്ഥാനത്താണ് ദില്ലി. നിലവിൽ ദില്ലിയിലെ വായു ഗുണനിലവാരം 143 വൈഎസ് അഭിനന്ദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിനന്ദ, ഈ പട്ടികയിൽ നിന്ന് പുറത്താണ്, അതായത് ആദ്യ 10 നഗരങ്ങളിൽ ദില്ലി ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അപ്പോഴും വായു ഗുണനിലവാരം എത്രത്തോളം മലിനീകരണമാണ് എന്നുള്ള കാര്യം കൂടി അവിടെ ചോദ്യമായി നിൽക്കുന്നില്ലേ? ശ്രുതി, ഏറെ നാളുകൾക്ക് ശേഷം കൊടും ശൈത്യവും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വായു മലിനീകരണത്തിൽ നിന്ന് മുക്തി നേടുകയാണ് രാജ്യ തലസ്ഥാനം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം വലിയ രീതിയിലുള്ള പുകമഞ്ഞാണ് നഗരത്തിൽ രാവിലെയും രാത്രിയും എന്നുള്ള വ്യത്യാസമില്ലാതെ രൂപപ്പെട്ടത്. ഇതിന് പിന്നാലെ വായു ഗുണനിലവാര സൂചിക അത് 300 മുകളിലേക്കൊക്കെ പോകുന്ന ഘട്ടവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ സ്വിറ്റ്സർലാൻഡിന്റെ ഒരു പ്രത്യേക പഠനം നടത്തിയത്. IQAR എന്ന റിപ്പോർട്ടിനകത്ത് 10ാം സ്ഥാനത്ത് കിടന്നിരുന്നത്. 10ാം സ്ഥാനത്തിന് ആദ്യ 3 സ്ഥാനങ്ങളിലൊക്കെ ആയിരുന്നു ദില്ലി ഇടം പിടിച്ചതെങ്കിൽ ഇപ്പോൾ അത് 10ൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. 12ാം സ്ഥാനത്താണ് നിലവിൽ ഉള്ളത്. പക്ഷേ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വായു ഗുണനിലവാരം എന്നത് 145 സ്വാഭാവികമായിട്ടും അത് മോശം അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷെ മറ്റ് രാജ്യങ്ങളും അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദില്ലിയിലെ വായു മലിനീകരണം നേരിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിലവിൽ റിപ്പോർട്ടുകളടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ തണുപ്പൊക്കെ മാറി ഒരു കൊടും ചൂടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ട് പുകമഞ്ഞ് കുറഞ്ഞു. ആ പുകമഞ്ഞ് കുറയുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ വായു ഗുണനിലവാരം ഇത്തരത്തിലേക്ക് താഴ്ന്നു പോകുന്നതെന്നാണ് പഠനങ്ങളടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ദില്ലി നമുക്കറിയാം, രാവിലെ ഇവിടേക്ക് ജോലിക്ക് വരുന്ന സമയത്തൊക്കെ നമുക്കറിയാം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത്രമാത്രം പുകമഞ്ഞായിരുന്നു, കാണാൻ പോലും കഴിയാത്ത സാഹചര്യം, ദൃശ്യപരിധി കുറയുന്നു. ആ ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ വലിയ മാറ്റമാണ് രാജ്യതലസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. 146 വായു ഗുണനിലവാരം രേഖപ്പെടുത്തുമ്പോൾ വായു മലിനീകരണത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, വൈഎസ് അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.